ഹലോ ഗുഡ് മോർണിംഗ്. അന്നൂസിപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഏതാ സ്ഥലം എന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ എല്ലാവരും. ഇതേ ജോൺസേട്ടായിൻ്റെ വീടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇങ്ങോട്ടേക്ക്. വരുമ്പോഴുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനങ്ങനെ തലയും പാലും ഇല്ലാതൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോൺസേട്ടൻ്റെ ചേട്ടനും വൈഫും ഉള്ളത്. മോള് ജർമ്മനിയിൽ പഠിക്കുകയാണ് കേട്ടോ. പിന്നെ ചാച്ചനും അമ്മച്ചിയും മേലെ വേറൊരു വീട്ടിലാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി തറവാട്. പിന്നെ അമ്മച്ചിക്കും ചാച്ചനും ഹോസ്പിറ്റലിൽ പോകാനുള്ള എളുപ്പം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് റോഡ് സൈഡിൽ വീട്ടിൽ താമസിക്കുന്നത്. ഇത് കുറച്ചിങ്ങോട്ട് ഇറങ്ങി വരണം, പറമ്പിൻ്റെ നടുവിലൂടെ ഇങ്ങോട്ട് വരണം. അമ്മച്ചിക്കും ചാച്ചനും അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് ചക്ക മാങ്ങ തേങ്ങ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ മാസത്തിലൊരിക്കലൊക്കെ ആദ്യം വരലുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണ് വരുന്നത്. കാരണം ഞാൻ എന്താ പറയുക, വേറെ കുറച്ച് കാര്യങ്ങൾ തിരക്കായത് കാരണം ഞാൻ വരൽ വളരെ കുറവാണ്. അല്ലെങ്കിൽ മാസം ഞാൻ വരുമായിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ ബെഡ്റൂം. ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ അതിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പോലെ കാണിക്കാം. രാവിലെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. ഇനി ലൈറ്റ് ഓഫ് ആക്കട്ടെ കേട്ടോ. എനിക്ക് വരുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇവിടെ തന്നെ അഴിച്ചിട്ടിട്ടാണ് പോകാറ്. ഇത് വീടിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് വിറകടുപ്പിൽ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബെന്നിച്ചേട്ടൻ ഒരു വിറകടുപ്പിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. നിറയെ കൊക്കോക്കായി മാങ്ങയൊക്കെ കണ്ടോ. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. അടുക്കള, ഇവിടെയും അടുക്കള. ഓക്കെ, അപ്പോൾ പട്ടിയൊക്കെ ഉണ്ട് കണ്ടോ. ചാർലി, ഇവിടെ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ചക്ക ഇട്ട് വറക്കുക, അതുപോലെ തന്നെ മാങ്ങാപ്പഴം, ഇതെല്ലാം ഉണ്ട്. ഇവിടെ പറമ്പിലൊക്കെ എന്തോരം ചക്കയാണല്ലേന്ന് അറിയില്ല, എന്തോരം ചക്കയാണ്. കൊക്കോക്കായ എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഈ വേല അങ്ങ് കയറിപ്പോണം, റോഡെത്തണമെങ്കിൽ അങ്ങ് അവിടെ എത്തണം. എന്താണ് പിന്നെ ബെന്നിച്ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. ബെന്നിച്ചേട്ടൻ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ പിന്നെ ഇവർക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ഇവർ രാവിലെ എനിക്ക് വേണ്ടിയുള്ള ചക്ക ഇടുക കേട്ടോ. ബെന്നിച്ചേട്ടനൊക്കെ ചക്ക വറക്കാൻ വേണ്ടിയിട്ട്. എന്താ ചാർലി നിൻ്റെ പ്രശ്നം? അതിൻ്റെ ഇടയ്ക്ക് താഴെ പോയാൽ മാങ്ങ പറിക്കാനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. നമ്മുടെ നാട്ടിലത്തെ മാങ്ങ നല്ല കേട്ടോ, നല്ല അടിപൊളി പഴുത്ത് നല്ല എന്താ പറയുക, എന്നെ പിടിക്കാൻ വരുക. എന്താ പട്ടി നിനക്ക്? അവിടെ നല്ല മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങയുണ്ട്, പേരൊക്കെ ഉണ്ട്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല. പേരക്ക ഉണ്ടോ, നല്ല പഴുത്ത് കിണ്ണം കാച്ചിരിക്കുന്ന പേരക്ക ഉണ്ടോ. നേരത്തെ വീട്ടിൽ അമ്മച്ചീൻ്റെ അടുത്ത് ഇന്നലെ ഞങ്ങൾ കപ്പ ബിരിയാണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ നല്ല വിറകടുപ്പ്, ഇങ്ങനെ ഒരു ഷെഡ് പോലെ ഉണ്ട്. അവിടെ നല്ല ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ, കപ്പ ബിരിയാണി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞു വേറെ ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് കപ്പ ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ മേലെ വീട്ടിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അമ്മച്ചി കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കറിവേപ്പിലയും കൊണ്ട് ചെല്ലുകയാണ്. പിന്നെ ഒരു ദുരുദ്ദേശം കൂടി ഉണ്ട്. അവിടെ നല്ല രാത്രി കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് വറവിട്ട് കഴിക്കണം. പിന്നെ ഞാനുണ്ടല്ലോ ഈ കപ്പ ബിരിയാണി പരിപാടിയൊക്കെ പഠിച്ചത് ഇവിടുന്ന് കേട്ടോ, ജോൺസേട്ടൻ്റെ വീട്ടിൽ നിന്നാണ്. അല്ലാതെ എനിക്ക് ഈ സംഭവമൊക്കെ തിന്നുക എന്നല്ലാതെ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ആക്ച്വലി 18 വയസ്സായപ്പം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതാണ്. ചോറ് വാർക്കാനോ പച്ചരി ചോറ്റരി തമ്മിലുള്ള വ്യത്യാസം ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒക്കെ ഇവിടുന്ന് പഠിച്ചെടുത്തതാണ്. അമ്മ പഠിപ്പിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ അമ്മേൻ്റെ അടുക്കളയിൽ അമ്മ ക്ലീനിങ് ഒക്കെ ഞങ്ങൾ നല്ലോണം പഠിപ്പിച്ച്. പക്ഷെ പാചകം അമ്മ കൊങ്ങിണി ബ്രാഹ്മണായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ അമ്മയുടെ വൃത്തി കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ അടുക്കളയിൽ കയറി നമ്മൾ അലമ്പാക്കുന്നതോ വെള്ളം നനഞ്ഞ കൈ കൊണ്ട് അമ്മയുടെ ഇങ്ങനെ കണ്ടെയ്നറിൽ ഡബ്ബകളിൽ, കണ്ടെയ്നറൊന്നും പറയാൻ പറ്റില്ല, അന്ന് കണ്ടെയ്നറൊന്നുമില്ല, എന്നാലും കുപ്പികളിലൊന്നും തൊടുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മേൻ്റെ ഗ്യാസ് സ്റ്റൗവ് ആണെങ്കിലും അമ്മ ആ ഗ്യാസ് സ്റ്റൗവാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അനിയന് ജനിച്ചപ്പോൾ ഉള്ളൊരു ഗ്യാസ് സ്റ്റൗവ്. ഇപ്പോൾ അവന് 34 വയസ്സുണ്ട്. 34 വർഷം പഴക്കമുള്ള ഗ്യാസ് സ്റ്റൗവാണ് അമ്മ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതൊക്കെ അമ്മയുടെ സൂക്ഷ്മത കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ പശു കരയുന്നു. അവിടെ ഫാം ഉണ്ട് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. അതുകൊണ്ട് തന്നെ ഞാൻ പാചകമൊക്കെ പഠിച്ച ഇവിടെ മിനി ചേച്ചി, ചേട്ടൻ്റെ ഭാര്യ കേട്ടോ. ചേട്ടൻ്റെ ഭാര്യ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, പോസ്റ്റ് കോവിഡ് ഇഷ്യൂ ആയിട്ട് നമ്മളെ വിട്ടുപോയി. എന്നാൽ പോലും ഞാൻ ഓർക്കാത്തൊരു ദിവസമില്ല, ഒരു ദിവസവും. എനിക്ക് ഇങ്ങോട്ട് വരുമ്പോഴുള്ള മനസ്സിൻ്റെ ഒരു സങ്കടം തേങ്ങൽ എന്ന് പറയുന്നതും മിനി ചേച്ചീൻ്റെ മിസ്സിങ് ആണ്.
ചേച്ചിയാണ് എനിക്കെല്ലാം പാചകങ്ങളൊക്കെ പഠിപ്പിച്ചത് തന്നെ. കൊച്ചേ 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. ആക്ച്വലി കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ കാത് പോലും കുത്തിയിട്ടുണ്ടായിരുന്നില്ല. ജോൺസേട്ടൻ്റെ വീട്ടുകാരാണ് അതൊക്കെ ചെയ്തു തന്നത്. കാരണം നമ്മുടെ വീട്ടിൽ നല്ല പ്രാരാബ്ധമായിരുന്നു. 6 മക്കൾ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അച്ഛനമ്മ, 10 പേര്. അച്ഛന് നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരിടയ്ക്ക് അതൊക്കെ പൊളിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛൻ തികഞ്ഞ മദ്യപാനിയായിരിക്കുന്നു. ഒരിക്കലുമല്ല. അച്ഛൻ മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, അങ്ങനത്തെ ഒരു ദുശീലവും ഇല്ല. അപ്പോൾ മദ്യപാനവും സിഗരറ്റ് വലിയും മാത്രം ഒന്നല്ല ഒരു മനുഷ്യൻ്റെ ലൈഫ് തകർക്കുന്ന, മനുഷ്യനെ പാപ്പരാക്കുന്നതെന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ഞാൻ പിന്നീട് ഉള്ള വീഡിയോയിലൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ അമ്മച്ചിക്കുള്ള കറിവേപ്പിലയും കൊണ്ട് വന്നു. ഇവിടെ ഒരു നല്ല മീൻകുളമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കാരണം അതൊക്കെ പോയി. അമ്മച്ചിക്ക് കറിവേപ്പില കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് അടിപൊളി ചൂടൻ തകർപ്പൻ കപ്പ ബിരിയാണി കഴിക്കാം കേട്ടോ. ഇന്നലത്തെ കപ്പ ബിരിയാണി ആണെങ്കിൽ ഇന്നൊന്നും കൂടെ നമ്മളത് ചൂടാക്കും, എന്നിട്ട് കഴിക്കാം. ഓക്കെ, അതെ, അപ്പുറയാണ് അമ്മച്ചിയുടെ വീട്. അവിടെയാണ് നമ്മളാണേലും വണ്ടി വെച്ചേക്കുന്നത്. കാരണം ഇത് കണ്ടോ, തറവാട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പോകണം. എല്ലാത്തിനും നിറയെ ചക്കയൊക്കെയാണേ. അവിടെ നല്ല പശു പന്നിയൊക്കെയുള്ള ഫാമുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. ഓക്കെ, പിന്നെ അമ്മച്ചീൻ്റെ ഒക്കെ അടുത്തുനിന്ന് ഞാൻ അധികം വീഡിയോ എടുക്കാത്ത. അമ്മച്ചിക്കും ചാച്ചനൊക്കെ നാട്ടിൻപുറത്തുകാരാണ്. അവർക്ക് വീഡിയോക്കകത്ത് വരാനൊന്നും ഇഷ്ടമല്ല. പിന്നെ അമ്മച്ചീൻ്റെ സൗണ്ട് തന്നെ വീഡിയോക്കകത്ത് വരുന്നു പറഞ്ഞാൽ അമ്മച്ചിക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മുടെ കപ്പ ബിരിയാണി ചൂടായിക്കൊണ്ടിരിക്കുന്നു. നല്ല കപ്പ ബിരിയാണി, ഇന്നലത്തെ കപ്പ ബിരിയാണി ചൂടാക്കിയത്, സാലഡ്, കേക്ക്, ഒരു പെരട്ട ഇവിടെ ഇരുന്നിട്ട് കപ്പ ബിരിയാണി കഴിക്കുന്നുണ്ട്. നമ്മുടെ കാഞ്ഞിരക്കൊല്ലിന്റെ ഒരു ഭംഗി കണ്ട 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 മഞ്ഞൊക്കെ വീഴുന്നത്. ഞങ്ങള് കപ്പ ബിരിയാണിയൊക്കെ തിന്ന് പട്ടിക്കുള്ള വേസ്റ്റും കൊണ്ട് പോവുകയാണേ. ചാർലിക്കുള്ള 2 എണ്ണങ്ങൾ എൻ്റെ കൂടെ. അവരാണ് ഈ കലവില കൂട്ടുന്നത്. കലവില കലവില കലവില. ഞങ്ങളിന്ന് ചക്ക വറക്കാനും പുഴുങ്ങാനും ഒക്കെ ആയിട്ട് കുറേ ചക്ക ഇട്ട് വെച്ചേക്കുന്ന കണ്ടോ കണ്ടോ, കുറേ ചക്കയുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ ചെറുപയറുപരിപ്പ് പായസം ഉണ്ടാക്കും. ഞങ്ങളുടെ വിറകടുപ്പ്. അത് ചേച്ചി ഈ മേലത്തെ ഷീറ്റിന് കരി പിടിച്ചിട്ട് അതിൻ്റെ മേലെ വെള്ളം വീഴുമ്പോൾ അങ്ങനെ വരുന്നത്. അത് ഞങ്ങളുടെ വിറകടുപ്പ്. വിറകൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കണ്ട. ഞങ്ങളിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണിച്ചു തരാടാ. ഞങ്ങളുടെ ചക്കയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ബീഫ് കറി വെക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാ നടക്കാന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. പിന്നെ എല്ലാത്തിനും മേൽനോട്ടായിട്ട് അമ്മായിമ്മ വന്നിട്ടുണ്ട്. വേറൊരു പേടിയുണ്ട് ഞങ്ങൾക്ക്. അതെ, അമ്മച്ചിയാണ് ഇവിടെ ചക്ക പരിപാടി. എന്താ ഞങ്ങൾ ഇറച്ചിക്കറി വെക്കാൻ പോകുന്നു. ഇവിടെ 2 ആത്മാക്കളിരുന്ന് ചക്കയൊക്കെ നന്നാക്കി ഇത്രയൊക്കെ ആക്കിട്ടോ. ഒരു ഭയങ്കര സ്പീഡാ ചക്ക നാക്കാൻ, മിടുക്കന്മാരാട്ടോ. അയ്യോ, ഇത്രയും മിടുക്കുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു ഇവരെ കൊണ്ട് നമ്മളിത് മുഴുവൻ ഉണ്ടാക്കിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അവർ മുഴുവൻ ചെയ്തു. നല്ല പഴുത്ത ചക്ക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു എല്ലാവരും ചക്ക നന്നാക്കി തരുമെങ്കിൽ എല്ലാവർക്കും ഞാൻ പായസം വെച്ച് കൊടുക്കാണ്. ഞാൻ ചെറുപയറുപരിപ്പ് പായസം ഉണ്ടാക്കുവാണേ. ഈ അടുപ്പിനകത്തുള്ളത് നമ്മുടെ ബീഫാണ് കേട്ടോ. ഹൈ കയറ്റി കാണിക്കുക, ഭയങ്കര ജഗപൊകയാണ് ഇവിടെ. ഈ ചക്കക്കുരു നമ്മുടെ ബീഫ് ഇതേ കിടന്ന് തിളയ്ക്കുന്നു. പായസം ഞാൻ കുറച്ച് സാബുനരി ഇടുന്നുണ്ട് കേട്ടോ, മറ്റൊന്നിനല്ല. സാബുനരി ഇട്ടാൽ നല്ല കൊഴുപ്പ് വരും. ഇവിടെ 2 പേര് ചക്ക വറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പായസം ഉണ്ട വയ്യാണ്. ബീഫ് നല്ല അടിപൊളിയായി വരണ്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട് നമ്മുടെ ചെറുപയറുപരിപ്പ് പായസമായിട്ടുണ്ട് കേട്ടോ. എന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ പണിയൊന്നും കഴിഞ്ഞില്ലല്ലോ. എന്താ അവിടെ അങ്ങനെ നോക്കിക്കേ, ഞാൻ പായസം ഉണ്ടാക്കി, ബീഫ് ഉണ്ടാക്കി. ഇതെന്താ നിങ്ങളുടെ പണിയൊന്നും തീരാത്ത ഇവിടെ? താത്തൂരും ചേച്ചിക്കൊക്കെ ബോധം വെച്ച് തുടങ്ങി. എനിക്ക് ഇവരുടെ അടുത്തൊന്നും ഒരു കളി നടക്കൂല കേട്ടോ. ഞങ്ങൾ ചക്ക വറുത്തോണ്ടിരിക്കുന്നു. ശരിക്കും 2 ട്രിപ്പ് വറുത്തതൊക്കെ ഞാൻ തിന്ന് കഴിഞ്ഞു കേട്ടോ. നല്ല ചെറിയ നിറമൊന്നും അല്ലേ, പുറത്തൊന്നും അടിച്ചിട്ട് സ്വർണ്ണ വർണ്ണമുള്ള ചക്ക വറുത്തത്. ഇനി ചോറിനണം. ചോറിന് അമ്മച്ചി മാങ്ങക്കറി, മത്തി വറുത്തത്, ഉണക്കമീൻ വറുത്തതുണ്ട്. അത് കൂട്ടി ചോറിനണം. ബീഫുണ്ട്. അങ്ങനെ ചക്ക വറുത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ലോണം വിശന്നു കേട്ടോ. അപ്പോൾ അതേ ഉണക്കമീനും മാങ്ങാക്കറിയും കൂട്ടി ചോറിനാൻ വേണ്ടി പോവാണ്. എൻ്റെ കയ്യിലൂടെ ഈ ഒഴിച്ചിറങ്ങുന്നത് എന്താ അറിയോ,
ഉണക്കമീൻ എടുത്തുകൊണ്ടുവന്നു. അപ്പം അതിനകത്ത് എണ്ണയായതാണ്. മാങ്ങ പിഴിഞ്ഞു. നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ കഴിക്കാൻ. ഉണക്കമീനാണിത്. മത്തി ഉണക്കലാണ്, ഉണക്കത്തരണ്ടി എന്തോ. ഇത് കഴിച്ചിട്ട് വേണം ഇനി അടുത്ത ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കണേ. ഇഞ്ചിക്കറിൻ്റെ ഒക്കെ റെസിപ്പി വീഡിയോ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ സമാധാനത്തിൽ തരാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞാൻ പെരക്കകത്ത് അങ്ങനെ കയറിയിട്ടേ കേട്ടോ. ഫുള്ള് അവിടെ വിറക് പുരയിലായിരുന്നേ, ചക്കവറക്കലൊക്കെ ആയിട്ട്. ഈ ചക്ക വറുത്തതിൻ്റെ ബാക്കി മൂടും മൂലയൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതേ വെറുതെ കുക്കറിനകത്ത് ഒരൊറ്റ വിസിലടുപ്പിച്ച് തേങ്ങ ചിരണ്ടിയിട്ടു, വലിയുള്ളി ഇട്ട്, കറിവേപ്പില ഇട്ട്. ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ച് ബീഫിൻ്റെ കൂടെ തന്നാൽ സൂപ്പറായിരിക്കും. അപ്പം ഇത്രയും നേരം കരിയടുപ്പിൻ്റെ മുട്ടിലിരുന്നുള്ള പണിയായിരുന്നു കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു. ഇനി മേലെ അമ്മച്ചിയുടെ വീട്ടിലേക്ക് കയറി പോവാണ്. ഇനി കുരിശൊക്കെ വരച്ച് മേലെന്ന കഞ്ഞിയൊക്കെ കുടിക്കുന്നത്, അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഉറങ്ങാൻ പോകും, അല്ലെങ്കിൽ മേലെ തന്നെ കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം, വേഗം കാണാം. വിസിറ്റ്സ് ഞാൻ ജോൺസൺ ഫ്രം ന്യൂസ്. തിന്നുകൊണ്ടേയിരിക്കൂ.